ഈ വെറും ഒരു വർഷം കാത്തിരിക്കാതെ അധികാരമേറ്റെടുത്ത സർക്കാർ 2 മാസം തികയ്ക്കുന്നതിന് മുൻപ് ഏറ്റവും വിവാദപരമായ PM ശ്രീയുമായി മുന്നോട്ട് പോകണമെന്ന നിർബന്ധ ബുദ്ധി എന്തായിരുന്നു? ഞാൻ ഡീലിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. എന്തായിരുന്നു നിർബന്ധ ബുദ്ധി? ഒരു വർഷം കൂടി ക്ഷമിക്കാലോ, PM ശ്രീയുടെ പദ്ധതിയുടെ കാലാവധി 2027 കഴിയുമല്ലോ. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേന്ദ്ര മന്ത്രിസഭയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കണ്ടിട്ട് ഒപ്പിട്ടിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയിട്ടില്ല. അദ്ദേഹം പോയി ഒപ്പിട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ടിട്ടില്ല. പണം വേണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹം 6 മാസം മുമ്പ് ചോദിച്ചെന്താ, സറണ്ടർ ചെയ്തിട്ട് എന്തിനാ നിങ്ങൾ പണം വാങ്ങുന്നത്? എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലല്ലേ, പിന്നെ സറണ്ടർ ചെയ്തിട്ട് എന്തിന് പണം വാങ്ങണമെന്നാണ്. അപ്പൊ അന്ന് ചോദിച്ചു എന്തിന് പണം വേണമെന്ന്, ഇന്ന് പറയുന്നു പണം അനിവാര്യമാണ് എന്നുള്ളത്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് UDF അധികാരത്തിലെത്തിയാൽ PM ശ്രീയുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് കേൾക്കാം. അതിനുശേഷം ചർച്ച. അല്ല, നമ്മൾ ആലോചിക്കും, നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിക്കും, ഈ പരിപാടി നടപ്പാക്കില്ലെന്ന് അറിയിക്കും. ഉറപ്പായിട്ടും അത് കോൺഗ്രസ് സ്റ്റാൻഡാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. ശ്രീ ജിൻഡോ, അത് കോൺഗ്രസിന്റെ സ്റ്റാൻഡാണ്, ഞങ്ങൾക്കതേ ചെയ്യാൻ പറ്റൂ. ഞാൻ കൂടുതൽ ചോദിക്കണ്ടല്ലോ, ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ശ്രീ അഭിലാഷ്, അതിൽ കോൺഗ്രസിൻ്റെ അന്നത്തെ ഇന്നത്തെ നിലപാടിൽ മാറ്റമൊന്നുമില്ല. അത് നമ്മൾക്ക് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അറിയാൻ പറ്റും. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ, ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള പ്രയാസം, ആ പ്രയാസം കേന്ദ്ര സർക്കാർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ മറപറ്റിക്കൊണ്ട് സംഘപരിവാർവൽക്കരണം സ്കൂളുകളിലൂടെ നടപ്പാക്കാൻ പോകുന്നു. അതിനെതിരായിട്ടുള്ള നിലപാടാണ് ഒന്നാമത്തത്. അപ്പോൾ അത് നടപ്പാക്കാനായിട്ടുള്ള എതിർപ്പ് ഞങ്ങൾ അറിയിക്കും. ഇപ്പോൾ പുതിയ സർക്കാർ വന്നതിന് ശേഷം VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം പുതിയ സബ് കമ്മിറ്റിയെ വെച്ച് പഠിക്കാൻ തീരുമാനിക്കുന്നു. അതിൽ 2 പ്രധാനപ്പെട്ട സജഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കരിക്കുലം പഠിപ്പിക്കാനുള്ള സൗകര്യം നമുക്ക് കിട്ടണം. 2, സ്കൂളുകളുടെ സെലക്ഷൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ നേതൃത്വം നൽകി സ്കൂളുകൾ സെലക്ട് ചെയ്യുന്ന ഈ 2 കാര്യങ്ങളാണ് നമുക്ക് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ. മുമ്പ് V ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ കരിക്കുലം നാഷണൽ കരിക്കുലം ആയിരിക്കുമെന്നോ സ്കൂളുകൾ കേന്ദ്രം തിരഞ്ഞെടുക്കുമെന്നോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിലുള്ള വിഷയമാണോ എന്ന പ്രശ്നം വളരെ സ്പെസിഫിക് ആയി കോൺഗ്രസിന്റെ സ്റ്റാൻഡാണ്, ഞങ്ങൾക്കിതേ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പ്രതിപക്ഷം എതിർത്തപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ എതിർപ്പറിയിക്കും. ഓക്കെ, ഇപ്പോൾ എതിരഭിപ്രായം അറിയിച്ചതിന് ശേഷം ഇതിന്റെ തുടർന്നുള്ള ഘട്ടത്തിൽ ഇനി എന്താണ് ഇതിന്റെ നിയമപരമായ പ്രശ്നം എന്ന നിലയിലൊരു സമവായത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് പോലുമല്ല, വളരെ ഓപ്പൺ ആയിട്ട് മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ എതിർപ്പറിയിക്കും എന്ന് പറഞ്ഞത് എവിടെ നിൽക്കുകയാണ്? ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡ് പൊളിറ്റിക്കലാണ് എന്ന് പറഞ്ഞത് എവിടെ നിൽക്കുകയാണ്? നിങ്ങളുടെ അണികൾ സ്വാഭാവികമായിട്ട് നിങ്ങളോട് ചോദിക്കുമല്ലോ. അല്ല അഭിലാഷ്, അതിൽ ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ എതിർപ്പ് അറിയിക്കില്ല എന്നല്ലല്ലോ. നമ്മൾ സമിതിയെ വെച്ച് 4 മന്ത്രിമാരുടെ മന്ത്രിസഭ ഉപസമിതിയെ വെച്ച് പഠിച്ച് അക്കാര്യത്തിൽ നമ്മുടെ അഭിപ്രായം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഇവിടെയുള്ള പ്രശ്നം എന്താ, മുൻപിരുന്ന സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ജോൺ ബ്രിട്ടാസ് പാലമിട്ട് V ശിവൻകുട്ടി ഒപ്പിട്ട് കൊടുത്ത് സ്വന്തം ക്യാബിനറ്റിനെ അറിയിക്കാതെ, സ്വന്തം മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, സ്വന്തം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയെ പോലും മറച്ചു വെച്ച് സംസ്ഥാനത്തെ സഖാക്കന്മാരോട് കള്ളം പറഞ്ഞ് ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം ചിന്താവാരികൾ മറ്റൊരു തരത്തിൽ ലേഖനം എഴുതി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പുവെച്ചു കൊടുത്ത PM ശ്രീ. ആ PM ശ്രീയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. അങ്ങനെ പുറകോട്ട് പോകാനും സാധിക്കില്ല. എങ്ങനെ പുറകോട്ട് പോകാൻ പറ്റുക? 2 കണ്ടീഷനാണുള്ളത്. ഒന്നുകിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരസ്പര ധാരണയോടെ പിന്മാറണം. അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഒപ്പിട്ട് 1 മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ പറയണം ഞങ്ങൾക്ക് ഇതുമായിട്ട് പോകാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാകണം. ഇത് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. എടുത്തിട്ടില്ല ശ്രീ ജിൻഡോ. അതാണ് അല്ല, PM ശ്രീ പദ്ധതി നടപ്പാകണമെങ്കിൽ എന്ത് വേണം? PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകളുടെ ലിസ്റ്റ് ഞങ്ങൾ PM ശ്രീ പദ്ധതി നടപ്പാക്കുകയാണ്, ഇത് ആ സ്കൂളുകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് ആ ലിസ്റ്റ് കൈമാറണം. അതനുസരിച്ച് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് 2 സ്കൂളുകൾ എന്ന നിലയ്ക്ക് സ്കൂളുകളെ തിരഞ്ഞെടുക്കണം. ആ സ്കൂളുകളിലേക്ക് ഫണ്ട് നൽകണം. ഇതാണല്ലോ PM ശ്രീ. ഈ PM ശ്രീ പദ്ധതി 2027 അവസാനിക്കാൻ പോവാണ്. 2026 ജൂൺ മാസം വരെ കേരളം ലിസ്റ്റ് കൊടുത്തിട്ടില്ല. കേരളം ഒരു തുടർ നടപടി എടുത്തിട്ടില്ല. ഇനി 1 വർഷം കൂടെ ഉള്ളൂ. ആ 1 വർഷം കൂടി ഇതേ നില തുടർന്നാൽ ഇത് ഞങ്ങൾ മരവിപ്പിക്കുന്നു എന്നാണല്ലോ K വാസുകി കേന്ദ്ര സർക്കാരിന് അയച്ച കത്ത്, കീപ്പ് ഇൻ അബെയൻസ്. ആ നില തുടർന്നാൽ എന്തായിരുന്നു പ്രശ്നം? ഈ വെറും ഒരു വർഷം കാത്തിരിക്കാതെ അധികാരമേറ്റെടുത്ത സർക്കാർ 2 മാസം തികയ്ക്കുന്നതിന് മുൻപ് ഏറ്റവും വിവാദപരമായ PM ശ്രീയുമായി മുന്നോട്ട് പോകണമെന്ന നിർബന്ധ ബുദ്ധി എന്തായിരുന്നു? ഞാൻ ഡീലിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. എന്തായിരുന്നു നിർബന്ധ ബുദ്ധി? ഒരു വർഷം കൂടി ക്ഷമിക്കാലോ, PM ശ്രീയുടെ പദ്ധതിയുടെ കാലാവധി 2027 കഴിയുമല്ലോ. അല്ല അഭിലാഷ്, ഇതിലൊരു കാര്യം,
വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേന്ദ്ര മന്ത്രിസഭയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കണ്ടിട്ട് ഒപ്പിട്ടിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയിട്ടില്ല. അദ്ദേഹം പോയി ഒപ്പിട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ടിട്ടില്ല. ഇതെല്ലാം ചെയ്തത് പിണറായി വിജയൻ ചർച്ച ചെയ്തതിനു ശേഷം ശിവൻകുട്ടി ഒപ്പിട്ടതാണ് PM ശ്രീ. അതിനുശേഷം താങ്കൾ പറഞ്ഞതുപോലെ വാസുകി അയച്ച റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ സംസ്ഥാനത്തെ മന്ത്രിസഭ തീരുമാനിച്ചു. താൽക്കാലികമായി നിർത്തിവെക്കാനാണ്. എപ്പോൾ വരെ? സംസ്ഥാനത്തെ സർക്കാർ ഒരു സമിതിയെ വെക്കുന്നു, ആ സമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ. ഈ കരാർ പ്രകാരം 1 മാസമാണ് സമയമുള്ളത്. സംസ്ഥാന സർക്കാർ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ 30 ദിവസം ഉണ്ടായേ. ആ 30 ദിവസത്തിനുള്ളിൽ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് അറിയിച്ചിട്ടില്ല. താൽക്കാലികമായി നിർത്തിവെക്കാൻ, നടപ്പാക്കുന്നത് നിർത്തിവെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് പിന്മാറുന്നു തീരുമാനിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഇപ്പോഴും PM ശ്രീ പ്രോജക്റ്റ് ഓണാണ്. അതിൽ നിന്ന് ഇനി ഒരു ബാക്ക് ഔട്ട് ഇല്ല. ഒന്നാമത്തെ കാര്യം. ഒരു കാര്യം കൂടി, ആരായിരുന്നു അന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇത് പഠിക്കാൻ വെച്ചിരുന്ന സമിതി? എന്തായിരുന്നു അവരുടെ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നോ? അറിയിച്ചില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നടപടി എടുത്തിട്ടില്ല. ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റ് ഓണാണ്. ആ പ്രോജക്ട് 2027 കഴിഞ്ഞേനെ. കേരളത്തിന് പണം കിട്ടില്ലായിരുന്നു എന്നൊഴിച്ചാൽ കേരളം ഇല്ലാതെ ആ പദ്ധതി പൂർത്തിയായനെ. 2027 അവസാനിക്കുന്ന പദ്ധതിയാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്താണ് തിടുക്കുന്നത്? ഒരു കാര്യം കൂടി അഭിലാഷേ, കേരളത്തിന് പണം കിട്ടില്ല എന്നതൊഴിച്ച് ബാക്കി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അന്ന് PM ശ്രീയിൽ ഒപ്പിടാൻ തീരുമാനിച്ചത്? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് എന്താ? കേന്ദ്ര ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കേന്ദ്ര ഫണ്ട് കിട്ടാൻ അപ്പൊ അന്ന് മാത്രം കിട്ടിയാൽ മതിയോ? പിണറായി വിജയൻ സർക്കാർ അധികാരം ഒഴിയുന്നതിന് മുമ്പ് കിട്ടുന്ന വാങ്ങിട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെടുത്ത നിലപാടാണ്. നമുക്ക് ഒരു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ട്, ഞാൻ അതിഥികളിലേക്ക് വരുന്നുണ്ട്, എന്തുകൊണ്ട് ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാചകം നമുക്ക് കേൾക്കാം. ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ എന്താണ് തടസ്സം സർക്കാർ? അല്ല, അതിന് ഓൾറെഡി ഒരു സർക്കാർ എഗ്രിമെന്റ് വെച്ചതാണ്. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത്, 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട് പണം. ഇപ്പോൾ 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ. കേന്ദ്രം നൽകുന്ന ഔദാര്യം അല്ലല്ലോ ഈ പണം. നമ്മൾ ഈ പണം നമുക്ക് വേണ്ടേ? ശരി, നമുക്ക് ഈ പണം വേണ്ടേ? ഈ പണം വേണ്ടേ? കേന്ദ്രം നൽകുന്ന ഔദാര്യമല്ല, നമുക്ക് ഈ പണം വേണം. അപ്പൊ എന്തുകൊണ്ട് ഈ പദ്ധതി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം, മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഞങ്ങൾക്ക് പണം വേണം എന്നുള്ളതാണ്. ഈ ഫണ്ട് നമുക്ക് വേണം എന്നുള്ളതാണ്. ഇതേ നിലപാടാണ് അന്ന് 6 മാസം മുമ്പ് ഇടതുമുന്നണി സ്വീകരിച്ചത്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത്, അന്നത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഫണ്ട് വേണം എന്നാണ് അന്ന് വി ശിവൻകുട്ടി പറഞ്ഞത്. ഫണ്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നിപ്പോ പറയുന്ന മുഖ്യമന്ത്രി അന്ന് അതേ വാദം പറഞ്ഞ വി ശിവൻകുട്ടിക്ക് കൊടുത്ത മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറയുന്നത് കേരളത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയില്ലാന്നാണ്. വിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്? കിഫ്ബി മുഖേന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അന്തർദേശീയ നിലവാരത്തിൽ എത്തിയെന്ന് പറയും. അന്തർദേശീയ നിലവാരത്തിൽ എത്തിയെങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനെ ഈ സറണ്ടർ ചെയ്തിട്ടുള്ള ഈ പണം? എന്തിനു വേണ്ടിയിട്ടാണ്? ശരി, അപ്പോ വളരെ വ്യക്തമാണല്ലോ. ഇപ്പൊ പറയുന്നു ഫണ്ട് വേണം, പണം വേണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹം 6 മാസം മുമ്പ് ചോദിച്ചത് എന്താ? സറണ്ടർ ചെയ്തിട്ട് എന്തിനാ നിങ്ങൾ പണം വാങ്ങുന്നത്? എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലല്ലേ, പിന്നെ സറണ്ടർ ചെയ്തിട്ട് എന്തിന് പണം വാങ്ങണമെന്നാണ്. അപ്പൊ അന്ന് ചോദിച്ചു എന്തിന് പണം വേണമെന്ന്, ഇന്ന് പറയുന്നു പണം അനിവാര്യമാണ് എന്നുള്ളത്. കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഒരുപാട് വ്യാഖ്യാനത്തിന് അടിസ്ഥാനത്തിൽ